നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ ചുട്ടുപൊള്ളുന്ന വേനൽച്ചൂട് വകവയ്ക്കാതെ തിരുവമ്പാടി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി CK കാസിം പര്യടനം തുടരുന്നു. ആദ്യഘട്ടത്തിൽ പ്രമുഖ വ്യക്തികളെയും സാമുദായിക നേതാക്കളെയും കണ്ട് വോട്ടഭ്യർത്ഥിച്ചു തുടങ്ങിയ CK കാസിമിൻ്റെ പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. ചുട്ടുപൊള്ളുന്ന വേനൽച്ചൂട് വകവയ്ക്കാതെയാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി CK കാസിം തെരഞ്ഞെടുപ്പ് പര്യടനം തുടരുന്നത്. ആദ്യഘട്ടത്തിൽ പ്രമുഖ വ്യക്തികളെയും സാമുദായിക നേതാക്കളെയും കണ്ട് വോട്ടഭ്യർത്ഥിച്ചു തുടങ്ങിയ CK കാസിമിൻ്റെ പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. പഞ്ചായത്ത് കൺവെൻഷനുകളും മണ്ഡലം കൺവെൻഷനും പൂർത്തിയാക്കി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് CK കാസിം. വെള്ളിയാഴ്ച കോടഞ്ചേരി, പുതുപ്പാടി പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തിയത്. രാവിലെ കോടഞ്ചേരി കണ്ണോത്ത് നിന്ന് ആരംഭിച്ച പര്യടനം ചെമ്പുകടവ്, നെല്ലിപ്പൊയിൽ, കൂരോട്ടുപാറ, കണ്ടപ്പഞ്ചാൽ, വലിയ കൊല്ലി, തോട്ടമൊഴി എന്നിവിടങ്ങളിലെ സ്വീകരണ ശേഷം ഉച്ചയ്ക്ക് 12:30 മുറമ്പാത്തിയിൽ സമാപിച്ചു. ഉച്ചയ്ക്ക് ശേഷം പുതുപ്പാടി പഞ്ചായത്തിലെ കൈതപ്പൊയിലിൽ നിന്ന് ആരംഭിച്ച് 30 ഏക്കർ വള്ളിയാട്, മട്ടിക്കുന്ന്, റെജിമുക്ക്, വരാൽമൂല, കണ്ണപ്പൻകുണ്ട്, മണൽവയൽ, വെസ്റ്റ് കൈതപ്പൊയിൽ, വെസ്റ്റ് പുതുപ്പാടി, പഞ്ചായത്ത് ബസാർ, ആച്ചിയങ്ങാടി, പയോണ, കക്കാട് എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷമാണ് കാക്കവയലിൽ സമാപിച്ചത്. ഓരോ കേന്ദ്രങ്ങളിലും മികച്ച സ്വീകരണമാണ് CK കാസിമിന് ലഭിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഓരോ കേന്ദ്രങ്ങളിലും കാത്തിരുന്നത്. മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതായിരുന്നു ഓരോ കേന്ദ്രങ്ങളിലെയും സ്വീകരണ പരിപാടികൾ. UDF നേതാക്കളായ VD ജോസഫ്, KM പൗലോസ്, ജെയ്സൺ മേനക്കുഴി, അംബിക മംഗലത്ത്, അന്നക്കുട്ടി ദേവസ്യ, അലക്സ് തോമസ്, മുഹമ്മദ് ഹാജി, മുത്തു അബ്ദുസലാം, MT അഷ്റഫ്, അഡ്വക്കേറ്റ് PV മോഹൻലാൽ, അഡ്വക്കേറ്റ് സൂഫിയാൻ ചെറുവാടി, യൂനുസ് പുത്തലത്ത്, മജീദ് പുത്കുടി, VPA ജലീൽ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണ പരിപാടികളിൽ സംബന്ധിച്ചു. ശനിയാഴ്ച രാവിലെ 8:30 തിരുവമ്പാടി പഞ്ചായത്തിലെ മുത്തപ്പൻപുഴയിൽ നിന്നാണ് CK കാസിമിൻ്റെ പ്രചരണ പരിപാടി ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, മുക്കം.